ഗിരി, എന്താ അപ്പച്ചി? നീ എന്താടാ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി, വെറുതെ വെറുതെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഉള്ള പണി മുഴുവൻ ഓടി നടന്ന് ചെയ്ത് നീ ആകെ വിയർത്തല്ലോ ഗിരി. അപ്പച്ചി, അപ്പച്ചി എന്തായി കാണിക്കുന്നത്? ഇത്രയും വിലയുള്ള സാരി വെച്ച് എന്റെ വിയർപ്പ് ഉടയ്ക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാ. ഇതെന്റെ കടമയല്ലേ അപ്പച്ചി. അമ്മ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയപ്പോ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് അപ്പച്ചിയെ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം മക്കളുടെ സ്ഥാനത്ത് കണ്ട അപ്പച്ചി ഞങ്ങളെ വളർത്തിയത്. നകുലിനെയും എന്നെയും അപ്പച്ചി വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്നതിന് അപ്പച്ചി എന്തിനാ സങ്കടപ്പെടുന്നു? നിന്നെ ഞാൻ എന്നും എന്റെ മകനെ പോലെ തന്നെയാ കാണുന്നത്. ഒരു പക്ഷേ നകുലിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോടാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ പാർവതിയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നമ്മുടെ ഈ കരിനീലിക്കാവിനെ സ്നേഹിക്കുന്ന, ഇവിടെ ജീവിക്കാൻ തയ്യാറുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിലോ? അത്രയും സന്തോഷം. പക്ഷേ അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. പണ്ട് നീയും പാർവതിയും കുട്ടിയായിരുന്നപ്പോ ഞാനും ശങ്കരേട്ടനും തമ്മിൽ പറയുമായിരുന്നു പാർവതി ഗിരിക്കുള്ളതാണെന്ന്. അതെല്ലാം വെറും മോഹങ്ങളും സ്വപ്നങ്ങളുമായി.